ആ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം അമ്മ ഇങ്ങനൊരു കാര്യം ചെയ്തത്. അതല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു. ഇങ്ങനെയാണോ അമ്മമ്മയുടെ ബാലാമണി രക്ഷിച്ചത്? ഞാൻ എന്റെ മോനെ ഓർത്ത് എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയോ? അന്നൊക്കെ അമ്മ അത് കണ്ടു എന്നതല്ലാതെ എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞോ അമ്മ? ഇപ്പെന്താ അമ്മ പോലും അറിയാതെ ആ സത്യം അമ്മയുടെ നാവെന്ന് വീണു. അഴകത്തമ്മ ഒരു വലിയ വിഗ്രഹമായിരുന്നു എന്റെ മനസ്സിൽ. അതാ ഇപ്പൊ വീണ് ഉടഞ്ഞു പോയത്. ഇനി ഒരിക്കലും അമ്മയെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല, വിശ്വസിക്കാനും. കുറ്റപ്പെടുത്തിക്കൊള്ളൂ, അമ്മ അത് കേൾക്കാം. പക്ഷെ എന്തെങ്കിലും ഈ അമ്മയെ നിനക്ക് മനസ്സിലാവും. എന്നോട് ക്ഷമിക്കാൻ ബാലാമണിക്ക് കഴിയും. അമ്മ ചെയ്ത അത്രയും വലിയ ദ്രോഹങ്ങളൊന്നും ഞാൻ അവളോട് ചെയ്തിട്ടില്ല. ഇന്ന് ബാലാമണിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അത് കവിതയല്ല, അഴകത്തെ സുമംഗലാദേവിയ. എന്റെ കയ്യിൽപ്പെടാതെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നിട്ട് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ലാതായി പോയല്ലോ അമ്മേ. അപ്പോ അഴകത്തെ സുമംഗലാമ്മയും അടിതെറ്റി വീഴും അല്ലേ? നിർത്തടി. നീ എന്താ എന്റെ ബാലാമണിയെ കുറിച്ച് കരുതിയിരിക്കുന്നത്? എന്ത് തെറ്റ് ചെയ്താലും എന്റെ മോൾ ഒരിക്കലും എന്നെ ഒരു ശത്രുവിന്റെ സ്ഥാനത്ത് കാണില്ല. അവളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നതോടെ ഇപ്പൊ എന്നോടുള്ള ദേഷ്യവും പിണക്കവും ഒക്കെ അവൾ മറക്കും. അതുകൊണ്ട് ബാലാമണിയും സുമംഗലിയും എന്നേക്കുമായി പിരിഞ്ഞു എന്നോർത്ത് നീ കൂടുതൽ സന്തോഷിക്കണ്ട. ഇനി മേലിൽ ഇങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നേക്കരുത്. അഴകത്തെ സുമംഗല അടിതെറ്റി വീഴില്ല. അത് കാണാൻ നീ കാത്തിരിക്കുകയും വേണ്ട. എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ടേ ഓരോന്നും ഞാൻ തുടങ്ങി വയ്ക്കാറുള്ളൂ. അത് നീ നന്നായി മനസ്സിലാക്കിക്കോ. എടാ പ്രഭാകര, ഞാൻ പറയുന്ന ഒന്ന് സമാധാനമായിട്ട് നീ കേക്ക്. അഴകത്ത് ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് നീയും ദേവും അവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്റെ ചേച്ചി എന്തായി പറയണത്? അഴകത്തുകാരും ഞങ്ങളും ഇപ്പൊ ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ, നിന്റെ വേലത്തരങ്ങളൊന്നും എന്നോട് വേണ്ട. ചേച്ചി സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയണത്. നീ എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട. നാളെ തന്നെ ദേവുവിനെ വിളിച്ച് അവിടുന്ന് പൊക്കോണം. എങ്ങോട്ട് പോകാൻ? അതും കൂടി ചേച്ചി പറഞ്ഞതാ. നമ്മുടെ വീട്ടിലേക്ക് പോണം. ഫസ്റ്റ് ആ സാലിയും സോണിയും എന്നെ കടിച്ചു കീറാൻ കാത്തിരിക്കുക. ചേച്ചിക്ക് എന്നെ കൊലക്കൊടുത്തേ മതിയാവൂലേ? എന്തായാലും നിങ്ങൾ ഇനി അഴകത്ത് നിൽക്കണ്ട.
ചേച്ചി ഞങ്ങൾ പോകാം. പക്ഷേ അതിനു മുമ്പ് ചേച്ചിയുടെ കാര്യത്തിൽ അഴകത്തമ്മയുടെ തീരുമാനം എന്താണെന്നറിയണം. ആ കണക്കൊക്കെ ഞാൻ ചോദിച്ചോളാം. ശോ, ചേച്ചി ഇങ്ങനെ അഴകത്തമ്മയെ മക്കളെ ഓർത്ത് വിഷമിക്കാതെ ചേച്ചിയുടെ കാര്യം നോക്ക്. അവരമ്മയും മക്കളും തമ്മി തല്ലിയ ചേച്ചിക്ക് എന്താന്നേ? പ്രഭാകര, എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ അഴകത്തെ വീട് തകരണോന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എങ്കിൽ ചേച്ചി ഇനി അത് ആഗ്രഹിക്കണം. ഈ വീട് തകർന്ന് തരിപ്പണമായാലേ ചേച്ചിക്ക് ചേച്ചിയുടെ സ്വന്തം മോനെ തിരിച്ചു കിട്ടുള്ളൂ. അതിന് എന്നെ കൊണ്ട് ചെയ്യാവുന്ന പണിയെല്ലാം ഞാൻ ചെയ്യും. ചേച്ചിയുടെ കാര്യത്തിലൊരു തീരുമാനമാകാതെ ഞാനും ദേവും ഈ അഴകത്തുനിന്ന് പോവില്ല. ഹലോ ഹലോ പ്രഭാകര, എന്നാൽ ഇത് കുറച്ച് കഷ്ടമായിപ്പോയി ബാലാമണി. അഴകത്തെ സുമംഗലാമ സ്വന്തം മകളെപ്പോലെ കരുതിയ ബാലാമണിയോട് ഇത്രയും വലിയൊരു ചതി ചെയ്തല്ലോ. ശരിക്കും ഇപ്പൊ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും നിനക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അല്ലേ? നിന്റെ അമ്മ ഇത്രയും കാലം നിന്നോട് കാണിച്ച സ്നേഹം വെറും അഭിനയമായിരുന്നുവെന്ന് നിനക്കിപ്പൊ ബോധ്യമായല്ലോ. പാവം ബാലാമണി. കവിതേ, ഞാനും എൻ്റെ അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ നീ അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അല്ല, എന്നു മുതലാണ് നിനക്ക് എന്നോട് സെന്റിമെന്റ്സ് തോന്നി തുടങ്ങിയത്? നിന്നോട് എനിക്ക് യാതൊരു സെന്റിമെന്റ്സും ഇല്ല. അങ്ങനെ നീ കരുതുകയും വേണ്ട. നീ ഈ ലോകത്ത് ഏറ്റവും അധികം വിശ്വസിച്ചിരുന്നത് നിന്റെ ഈ അമ്മയാ. ഇനി നീ ആരെ വിശ്വസിക്കും? ഇനി ബാലാമണി ആരെയും വിശ്വസിക്കില്ല. ആ, അതാ നല്ലത്. നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയ അമ്മയുടെ കൂടെ എന്തിനാ നീ ഇനി കഴിയുന്നത്? നിനക്കിവിടെ നിന്ന് പൊയ്ക്കൂടെ? നീ പോണെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എന്തിനാ വെറുതെ എന്റെ അനന്തുവേട്ടന് നിന്നോടൊരു സെന്റിമെന്റ്സ്? അത് വർക്കൗട്ട് ചെയ്യരുതെന്ന് വച്ചിട്ടാ. നീ ആ കുഞ്ഞിനെയും പ്രതീക്ഷിച്ചാണ് കഴിയുന്നതെങ്കിൽ അത് വെറുതെയാണെന്നാ എനിക്ക് തോന്നുന്നത്. കവിതേ, അയ്യോ, ഇങ്ങനെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി എന്നെ പേടിപ്പിക്കാതെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോന്ന് നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. പാവം, നീ ആ കുഞ്ഞിന്റെ മുഖം പോലും ഒന്നും കണ്ടിട്ടില്ല. എനിക്കെങ്ങാനും അവനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവനെ നിന്റെ കയ്യിൽ ഭദ്രമായിട്ട് കൊണ്ട് തന്നേനെ. ആ കുഞ്ഞിപ്പോ എവിടെയാണെന്ന് ആർക്കറിയാം, അല്ലേ ബാലാമണി? അമ്മേ, മോനെ നമുക്ക് തിരിച്ചു കിട്ടുന്നവരെ ഒന്നും ബാലാമണി അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. അമ്മ എന്തിനാ അവളോട് ഇതൊക്കെ പറയാൻ പോയത്? എന്നെ തെറ്റിദ്ധരിച്ചു പോയതിന് കാല് പിടിച്ച് മാപ്പ് പറയാൻ ശ്രമിക്കുന്ന ആ കുട്ടിയോട് ഞാൻ എങ്ങനെയാ മോനെ കള്ളം പറയുന്നേ? അവൾ ഈ അമ്മയെ അത്രയും വിശ്വസിക്കുമ്പോ വീണ്ടും അവളോട് കള്ളം പറയാൻ അമ്മയ്ക്ക് തോന്നിയില്ല. എല്ലാം ശരിയാവും അമ്മേ, അമ്മ വിഷമിക്കണ്ട, എനിക്ക് ഉറപ്പാ. നീ എപ്പോഴാ പാലക്കാട്ടേക്ക് പോകുന്നത്? ഞാൻ ദേ ഇറങ്ങാൻ നിൽക്കുക. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ബാലാമണി ഒന്ന് കാണണമെന്നുണ്ട്. അത് വേണം. നീ അവളെ ചെന്നൊന്ന് കാണണം. കുഞ്ഞിനെ അന്വേഷിച്ച് പാലക്കാടേക്ക് പോകുന്ന കാര്യവും പറയണം. അതറിയുമ്പോ അവളുടെ മനസ്സിന് ഒരല്പം സമാധാനവും കിട്ടൂല്ലോ. ചെല്ല്, മോൻ പോയി അവളെ കണ്ടിട്ട് വാ. പോയിട്ട് വരാം. ബാലാമണി, ഞാനൊരു യാത്ര പോവുക. പോകുന്നതിന് മുമ്പ് നിന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അതിന്റെ ആവശ്യം എന്താ?
നിങ്ങൾ പോകുന്നതും വരുന്നതും ഒന്നും എന്റെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. അത് ചെയ്യാൻ കവിതയുണ്ട്. പക്ഷേ ഞാനീ പോകുന്ന കാര്യം നടക്കണമെങ്കിൽ നിന്റെ പ്രാർത്ഥനയോടെ വേണം. നമ്മുടെ കുഞ്ഞിനെ അന്വേഷിച്ച് ഞാൻ പോകുന്നത്. പാലക്കാട് ഒരു ഡോക്ടറെ വീട്ടിൽ അവനുള്ളത്. അബിയിടത്തി അവൻ അവിടെ ആക്കിയിരിക്കുന്നത്. മോൻ അവിടെ തന്നെ ഉണ്ടാവോ? ഉണ്ടാവും. എന്നാ ഞാനും ഒപ്പം വന്നോട്ടെ. ഞാനും വരാം. വേണ്ട, ഞാൻ തനിച്ചു പോക്കോളാം. ഞാൻ നമ്മുടെ മോനെ തിരിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറുമോ? അവനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാലെങ്കിലും നിനക്ക് എന്നോടും അമ്മയോടും ക്ഷമിക്കാൻ കഴിയൂ ബാലാമണി? ഇല്ല, ഒരിക്കലും അത് മാറില്ല. അതിനുവേണ്ടി ആരും കാത്തിരിക്കുകയും വേണ്ട. ഞാൻ കാത്തിരിക്കും. എത്ര കാലം കഴിഞ്ഞാലും നീ എൻ്റെ അടുത്തേക്ക് എന്നെ തിരിച്ചും വരും, അതെനിക്ക് ഉറപ്പാ. ദാ അബിയടുത്തി നിനക്ക് തരാൻ വേണ്ടി തന്നയച്ചതാ. നീ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ മോനെ? അവൻ്റെ ഫോട്ടോയെ കവറിൽ. അനന്തു എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ആ, എവിടേക്കാ പോകുന്നേ? എന്നോട് ഇതേക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് തീരുമാനിച്ച യാത്ര. അതാ നിന്നോടൊന്നും പറയായിരുന്നത്. എവിടേക്കാ പോകുന്നതെന്ന് ഇപ്പോഴും അനന്ത് പറഞ്ഞില്ല. കാര്യങ്ങളൊന്നും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അഴകത്തെ സ്ഥാപനങ്ങൾ മുഴുവൻ ഇപ്പം നോക്കുന്ന ബാലാമണിയാ. അവളോട് ചോദിക്കാതെ ഒരു കാര്യവും ബിസിനസ്സിൽ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ രീതിക്കൊരു മാറ്റം വരണമല്ലോ. ഞാൻ അവളുടെ അടിമയൊന്നുമല്ല. അവളെ നിലയ്ക്ക് നിർത്താൻ ഒരു ചാൻസ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ആണോ? ഇത് ശരിയായ ഇതോടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുമോ? പിന്നില്ലാതെ. ബാലാമണിയുടെ ഈ അഹങ്കാരം ഒന്ന് കുറയും. പിന്നെ ഞാൻ പറയുന്ന അവൾ അനുസരിക്കാനും തുടങ്ങും. അതെ, അത് തന്നെ വേണ്ടത്. നമ്മൾ എന്ത് പറയുന്നോ അതവൾ അനുസരിക്കണം. ഇതിപ്പോ കേസ് മൂവ് ചെയ്യാനാണോ അനന്ത് ഉദ്ദേശിക്കുന്നത്? ആ, എൻ്റെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ട് നിന്നോട് വിശദമായിട്ട് പറഞ്ഞുതരാം. ഏതായാലും വെറും കൈയോടെ ഞാൻ മടങ്ങി വരില്ല. ശരി. അങ്ങനെ കവിത ഒട്ടും മെനക്കെടാതെ വീണ്ടും ബാലാമണിയെ ജയിക്കാൻ ഒരവസരം വന്നല്ലേ? എന്നെ സംബന്ധിച്ച് ഇതത്ര ചെറിയ വിജയമൊന്നും അല്ല സോളമ. ബാലാമണിയും അഴകത്തമ്മയും തമ്മിലുള്ള ബന്ധം ഒരു നിമിഷം കൊണ്ടല്ലേ തകർന്ന് തരിപ്പണമായത്. അവരെ സമ്മതിക്കണം കേട്ടോ. ആ അഴകത്തമ്മേ, ഇത്രയും നാളും അവരിതൊക്കെ മനസ്സിലിട്ട് നടന്നില്ലേ? ബാലാമണിക്ക് യാതൊരു സംശയത്തിനുള്ള ഇട കൊടുത്തില്ലല്ലോ.
കവിതയെ തോൽപ്പിക്കാനായിരുന്നല്ലോ രണ്ടാളുടെയും ശ്രമം. ഇനി അങ്ങോട്ട് കവിത ജയിക്കാൻ തുടങ്ങുക സോളമ. എന്നാലും സൂക്ഷിക്കണം. ബാലാമണിയുടെ കുഞ്ഞ് എവിടെയാ ഉള്ളതെന്ന് നമുക്കറിയാം. ആ കുഞ്ഞിനെ അഴകത്തമ്മയുടെ കയ്യിൽ കിട്ടിയ കവിതയുടെ സന്തോഷങ്ങളും അതോടെ അവസാനിക്കും. ഇല്ല, ബാലാമണിക്ക് ഒരിക്കലും അവളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ല. ഒരിക്കലെന്റെ കയ്യിൽ നിന്നും വഴുതി പോയതാ. ഇനിയും അങ്ങനെ ഒരു അബദ്ധം എനിക്ക് സംഭവിക്കില്ല. അല്ല, അനന്തുവിന്റെ സ്റ്റാൻഡ് എന്താ? പഴയ അവസ്ഥ തന്നെ. തുളസിക്കതിരിന്റെ നൈർമല്യമുള്ള ബാലാമണിയോട് ചെയ്തു പോയ തെറ്റുകൾ ഓർത്തുള്ള ഹൃദയവേദന. അപ്പൊ ചുരുക്കി പറഞ്ഞ അനന്തുവിനും ഇപ്പൊ കവിത ശത്രുവാണ്. അങ്ങനെ പറയാറായിട്ടില്ല. പക്ഷേ ഞാൻ അറിയാതെ അനന്തു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അതെന്തായാലും ഒക്കെ എന്റെ നാശത്തിനുള്ള കാരണങ്ങളായിരിക്കുമെന്ന് ഒരു ഇല്യൂഷൻ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് സൂക്ഷിക്കണമല്ലോ, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ദാ ഇപ്പൊ തന്നെ അനന്തു എങ്ങോട്ടോ പോയിരിക്കുക. അതിനെന്നോട് പറഞ്ഞ കാരണങ്ങളൊന്നും യഥാർത്ഥ കാരണങ്ങളെ അല്ലാന്ന് എനിക്ക് തന്നെ നന്നായിട്ടറിയാം. എങ്കിൽ അതെന്താണെന്ന് എത്രയും വേഗം കവിത കണ്ടെത്തിയേ പറ്റൂ. ഇനി ഒരിക്കൽ കൂടി അഴകത്തുകാരുടെ മുന്നിൽ തോറ്റുകൊടുക്കാനുള്ള സാഹചര്യം കവിതയ്ക്കുണ്ടാവരുത്. ചേട്ടാ, ആ ദാ വരുന്നു, ഒരു മിനിറ്റ്. എന്താ വേണ്ടേ? ഒരു ചായ. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? അച്ഛാ, അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ലീലാമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ മോളെ, ഇതൊന്നും നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമായ കാര്യങ്ങളല്ല. അല്ലെങ്കിൽ തന്നെ ആ ലീലാമ്മയെ എത്ര കാലം നിനക്ക് ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ കഴിയും? പിന്നെ ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടത്? ലീലാമ്മ അവിടുന്ന് പറഞ്ഞു വിടണോ? അല്ല, അങ്ങനെ വെറുതെ അവിടുന്ന് പറഞ്ഞു വിട്ടാൽ മാത്രം പോരാ. അവര് മൂലം അഴകത്ത വീട്ടുകാർക്ക് യാതൊരു വിഷമങ്ങളും ഉണ്ടാവില്ല എന്ന് സമ്മതിപ്പിക്കണം. നീ പറഞ്ഞ അവരത് കേൾക്കുമല്ലോ. അഴകത്ത് വീട്ടുകാർക്ക് എന്നല്ല അച്ഛാ, അഴകത്ത് അമ്മയ്ക്ക്. അങ്ങനെ തെളിച്ചു പറയാം. അത് തന്നെയല്ലേ അച്ഛൻ്റെ ആവശ്യം? ഞാൻ പറയുന്നതല്ല നീ മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ അത്രയ്ക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട അച്ഛാ. ലീലാമ്മ അമ്മയ്ക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനെ ചെയ്തേക്കുമെന്ന് അച്ഛന് ഭയമുണ്ട്. എന്നെ ഓർത്തല്ല, അമ്മയെ ഓർത്താണ് അച്ഛന്റെ വേവലാതി. അതല്ലേ സത്യം? അതേടി, നീ പറഞ്ഞത് ശരിയാ. എനിക്ക് മറ്റാരേക്കാളും വലുത് എന്റെ സുമംഗല തന്നെയാ. അവളുടെ കണ്ണീര് കാണാനും അവളെ തോൽപ്പിക്കാനും ആരിറങ്ങി പുറപ്പെട്ടാലും അവരൊക്കെ ഞാൻ എതിർക്കും. എനിക്ക് ജീവനുള്ള കാലം വരെ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്നും സുമംഗലയ്ക്കൊപ്പം തന്നെ കുഞ്ഞുണ്ണി ഉണ്ടാവും. അതെന്റെ മോളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. എന്താ ഏട്ടാ? ഏട്ടൻ കാര്യമായിട്ട് എന്താ ആലോചിക്കാന്ന് തോന്നുന്നു. ഹേയ്, അങ്ങനെ വലിയ കാര്യമായ ആലോചനയൊന്നും അല്ല.
എന്തോ എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ലീലാമ്മയുടെ പേര് കേട്ടപ്പോ ഏട്ടനെന്താ ഞെട്ടിയത്? അല്ല, അത് ആ പേര് കേൾക്കുമ്പോ എനിക്ക് എപ്പോഴും രാധയാ. ഏട്ടനാ എസ് പി ചെന്നൊന്ന് കാണണം. ലീലാമ്മയെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോന്നൊന്ന് അന്വേഷിക്കണം. നമ്മളെന്തിനാ അങ്ങോട്ട് പോയി അന്വേഷിക്കണത്? ദേവ് ഇവിടെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ നമ്മളും അറിയുമല്ലോ. അങ്ങനെയല്ല ഏട്ടാ, ദേവു ഇവിടെ ഉണ്ടെന്ന് കരുതി ലീലാമ്മയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ അലംഭാവം കാണിച്ചുകൂടാ. ഇവിടത്തെ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ട്. ലീലാമ്മയുടെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആരെങ്കിലും കൊണ്ടൊന്ന് വിളിച്ചു പറയിച്ച് അന്വേഷണം ഊർജിതമാക്കണം. ശരിയായ ദിശയിൽ ഒരു അന്വേഷണം നടത്തിയാലേ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. അത് അന്വേഷണം ഊർജിതമാക്കണമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വാശി പിടിക്കാനും നിൽക്കണ്ട. ചിലപ്പോൾ അതുകൊണ്ട് നാളെ നമുക്ക് തന്നെ ദോഷം ഉണ്ടായാലോ.